2025 ശനിയുടെ വക്രഗതി സഞ്ചാരം ചിത്ര നക്ഷത്രക്കാർക്ക് നൽകുന്ന ഫലങ്ങളെക്കുറിച്ചുള്ള വിശദമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിൽ. ഓഗസ്റ്റ് മുതൽ നവംബർ വരെ 4 മാസ കാലയളവിൽ ചിത്ര നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ശനിയുടെ ഈ പിന്നോട്ടുള്ള യാത്ര എങ്ങനെയെല്ലാം സ്വാധീനം ചെലുത്തുമെന്നും ഏതൊക്കെ മേഖലകളിൽ നേട്ടങ്ങളും കോട്ടങ്ങളും പ്രതീക്ഷിക്കാമെന്നും പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ഭാരതീയ ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ ഒരു ഗ്രഹമാണ് ശനി. കർമ്മകാരകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശനി ഒരു വ്യക്തിയുടെ മുൻജന്മങ്ങളിലെയും ഈ ജന്മത്തിലെയും കർമ്മങ്ങളുടെ ബലം നൽകുന്ന ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ശനിയെ ഒരു കഠിനാധ്വാനിയായ അധ്യാപകനോട് ഉപമിക്കാം. അച്ചടക്കം, കഠിനാധ്വാനം, ക്ഷമ, സത്യസന്ധത, നീതിബോധം എന്നിവയുടെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നത് ശനിയാണ്. ശനി പ്രതികൂല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും കാലതാമസങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇത് നമ്മെ ശുദ്ധീകരിച്ച് കൂടുതൽ കരുത്തരും പക്വതയുള്ളവരുമാക്കി മാറ്റാനുള്ള പ്രകൃതിയുടെ ഭാഗം മാത്രമാണ്. ശനി നൽകുന്ന അനുഭവങ്ങൾ പലപ്പോഴും കഠിനമായി തോന്നാമെങ്കിലും അവ ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യക്തിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു ഗ്രഹം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ പിന്നോട്ട് സഞ്ചരിക്കുന്നതായി തോന്നുന്ന പ്രതിഭാസത്തെയാണ് വക്രഗതി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല, മറിച്ച് ഭൂമിയുടെയും ആ ഗ്രഹത്തിന്റെയും സഞ്ചാര വേഗത്തിലുള്ള വ്യത്യാസം കാരണം സംഭവിക്കുന്ന ഒരു ദൃശ്യ പ്രതിഭാസം മാത്രമാണിത്. ജ്യോതിഷപരമായി ഒരു ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ അതിന്റെ സ്വാധീനം വളരെ ശക്തമായിരിക്കും. ഇത് മുൻപ് ചെയ്ത കാര്യങ്ങളെ പുനഃപരിശോധിക്കാനും പൂർത്തിയാക്കാൻ ബാക്കി വെച്ച ജോലികൾ ചെയ്തു തീർക്കാനും പഴയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുമുള്ള അവസരമാണ് നൽകുന്നത്. ശനി വക്രഗതിയിലായിരിക്കുമ്പോൾ നമ്മുടെ കർമ്മബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, ഭയങ്ങൾ, പരിമിതികൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും തിരുത്തലുകൾ വരുത്താനും പ്രേരിപ്പിക്കും. 2025 ശനി മീനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. ഈ വർഷം ജൂലൈ 13 ആരംഭിച്ച ശനിയുടെ വക്രഗതി നവംബർ 28 അവസാനിക്കുന്നത്. ഏകദേശം 139 ദിവസം നീണ്ടു നിൽക്കും. മീനം രാശി വ്യാഴത്തിന്റെ ആധിപത്യത്തിലുള്ള ഒരു ജലരാശിയാണ്. ഇത് ആത്മീയത, മോക്ഷം, ഭാവന, ഒഴുക്ക്, ശമനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. കർമ്മത്തിന്റെയും ഘടനയുടെയും ഗ്രഹമായ ശനി ആത്മീയതയുടെയും ഒഴുക്കിന്റെയും രാശിയായ മീനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിതം തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പ്രേരിപ്പിക്കും. നമ്മുടെ വിശ്വാസങ്ങളെയും ആത്മീയ ധാരണകളെയും പുനഃപരിശോധിക്കാനും പഴയ മുറിവുകൾ ഉണക്കാനും ഭൂതകാലത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കാനും നമ്മെ സഹായിക്കും. ചിത്തിര നക്ഷത്രക്കാരെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഈ പ്രവചനങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കും. 27 നക്ഷത്രങ്ങളിൽ 14ാമത്തെ നക്ഷത്രമാണ് ചിത്തിര. ഈ നക്ഷത്രത്തിന്റെ ആദ്യ പകുതി കന്നിരാശിയിലും അവസാന പകുതി തുലാം രാശിയിലും വരുന്നു. അതിനാൽ ചിത്തിര നക്ഷത്രക്കാരുടെ ഫലം പറയുമ്പോൾ അവർ ജനിച്ചത് കന്നിക്കൂറിലാണോ തുലാക്കൂറിലാണോ എന്നത് വളരെ പ്രധാനമാണ്. വിശ്വകർമാവിന്റെ പുത്രനായ ത്വഷ്ടാവാണ് ചിത്തിര നക്ഷത്രത്തിന്റെ ദേവത. പ്രപഞ്ചത്തിന്റെ ശില്പിയായ ത്വഷ്ടാവിന്റെ സ്വാധീനം ചിത്തിര നക്ഷത്രക്കാരിൽ കരകൗശല വാസനയും സൗന്ദര്യാരാധനയും സർഗാത്മകതയും നിറയ്ക്കുന്നു. ഒരു തിളങ്ങുന്ന രത്നമാണ് ഈ നക്ഷത്രത്തിന്റെ പ്രതീകം. ഇത് അവരുടെ വ്യക്തിത്വത്തിന്റെ ശോഭയും ആകർഷണീയതയും എടുത്തു കാണിക്കുന്നു. ചൊവ്വയാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ. ഇതവർക്ക് ഊർജ്ജസ്വലതയും ധൈര്യവും മുന്നോട്ട് കുതിക്കാനുള്ള പ്രവണതയും നൽകുന്നു. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കും. അവർ എപ്പോഴും സൗന്ദര്യത്തെയും കലയെയും സ്നേഹിക്കുന്നു. തങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണത കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. അവർ ബുദ്ധിശാലികളും അറിവ് നേടാൻ താല്പര്യമുള്ളവരുമാണ്. എന്നാൽ ചൊവ്വയുടെ സ്വാധീനം കാരണം ചിലപ്പോൾ എടുത്തുചാട്ടവും കോപവും പ്രകടിപ്പിച്ചേക്കാം. അവർ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങാൻ ഇഷ്ടപ്പെടാത്തവരുമാണ്. കന്നിക്കൂറുകാരായ ചിത്തിര നക്ഷത്രക്കാർക്ക് 2025 ശനി 7ാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ 7ാം ഭാവം വിവാഹം, ദാമ്പത്യം, പങ്കാളിത്തം, സാമൂഹിക ബന്ധങ്ങൾ, പൊതുജനം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 7ാം ഭാവത്തിലെ ശനി സഞ്ചാരത്തെ കണ്ടകശനി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇത് പൊതുവെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സമയത്ത് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഫലങ്ങളെ കൂടുതൽ സങ്കീർണവും തീവ്രവുമാക്കും. മുൻപ് ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞ പല വിഷയങ്ങളും ഈ കാലയളവിൽ വീണ്ടും മുന്നിൽ വരും. ഓഗസ്റ്റ് മാസം വക്രഗതിയുടെ തുടക്കത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ ചില തെറ്റിദ്ധാരണകൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. പങ്കാളിയുമായി ആശയവിനിമയത്തിൽ വിടവുകൾ അനുഭവപ്പെടാം. പഴയ തർക്കങ്ങൾ വീണ്ടും തലപൊക്കിയേക്കാം. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പങ്കാളിക്ക് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതെ വരാം. ഇത് മാനസികമായ അകൽച്ചയ്ക്ക് കാരണമായേക്കാം. ഈ മാസം ക്ഷമയോടെയും വിവേകത്തോടെയും പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. ബന്ധങ്ങളിൽ ഒരു പുനർവിചിന്തനത്തിന് ശനി നിങ്ങളെ പ്രേരിപ്പിക്കും. ഈ ബന്ധം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നുണ്ടോ, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങും. സെപ്റ്റംബർ മാസത്തിൽ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കും. പങ്കാളിയുടെ ഭാഗത്ത് നിന്നുള്ള വീഴ്ചകളോ നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റുകളോ ആകാം ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് തിരിച്ചറിയാനും തിരുത്താനുമുള്ള അവസരമാണ് ശനിയുടെ വക്രഗതി നൽകുന്നത്. അവിവാഹിതരായ ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വരുന്ന വിവാഹാലോചനകളിൽ കാലതാമസം നേരിടാം. എന്നാൽ ഇത് നല്ലതാണ്, കാരണം ആഴത്തിൽ ചിന്തിച്ച് ശരിയായ തീരുമാനമെടുക്കാൻ ഈ സമയം ഉപയോഗിക്കാം. പ്രണയബന്ധങ്ങളിലുള്ളവർക്ക് ഈ കാലയളവ് ഒരു പരീക്ഷണ ഘട്ടമായിരിക്കും.
വക്രഗതിയുടെ സ്വാധീനം ഏറ്റവും ശക്തമാകുന്ന മാസമാണ് ഒക്ടോബർ. ദാമ്പത്യത്തിൽ ഈഗോ ക്ലാഷുകൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനാണ് ശരിയെന്ന ചിന്താഗതി വെടിഞ്ഞ് പങ്കാളിയുടെ ഭാഗം കേൾക്കാൻ ശ്രമിക്കുന്നത് ബന്ധം തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ചിലർക്ക് താൽക്കാലികമായ വേർപിരിയലോ അകന്ന് താമസിക്കേണ്ട സാഹചര്യമോ ഉണ്ടായേക്കാം. നവംബറിൽ ശനി നേർരേഖയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങുന്നതോടെ ബന്ധങ്ങളിലെ മൂടൽമഞ്ഞ് പതിയെ നീങ്ങി തുടങ്ങും. 3 മാസങ്ങളിൽ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളുടെ ഫലം കണ്ടു തുടങ്ങും. പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തെളിഞ്ഞു വരും. ബന്ധങ്ങളിൽ കൂടുതൽ വ്യക്തതയും സുതാര്യതയും ഉണ്ടാകും. ഈ കാലയളവിൽ പഠിച്ച പാഠങ്ങൾ ഭാവിയിലെ ദാമ്പത്യ ജീവിതത്തിന് മുതൽക്കൂട്ടാകും. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ തുടങ്ങാനും സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം തൊഴിൽപരമായി പ്രത്യേകിച്ച് പങ്കാളിത്തത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാം. ബിസിനസ് പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ കരാറുകളിൽ ഏർപ്പെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. രേഖകൾ നന്നായി വായിച്ചു നോക്കിയ ശേഷം മാത്രം ഒപ്പിടുക. നിങ്ങളുടെ സാമൂഹിക പ്രതിച്ഛായയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാന്മാരാകും. തുറന്ന് സംസാരിക്കുന്ന നിങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ ശത്രുക്കളെ സൃഷ്ടിച്ചേക്കാം. അതിനാൽ സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. സെപ്റ്റംബറിൽ ജോലിസ്ഥലത്ത് അമിതമായ ജോലിഭാരം അനുഭവപ്പെടാം. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടാകാം. നിങ്ങൾ ചെയ്ത ജോലിയുടെ അംഗീകാരം മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കാം. ഈ കാലയളവിൽ ക്ഷമ കൈവിടാതിരിക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം അധികാരികൾ വൈകിയാണെങ്കിലും തിരിച്ചറിയും. ബിസിനസ്സിൽ പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഈ സമയം അനുയോജ്യമല്ല. നിലവിലുള്ള പ്രവർത്തനങ്ങളെ പുനഃപരിശോധിക്കാനും മെച്ചപ്പെടുത്താനുമാണ് ഇപ്പോൾ ശ്രമിക്കേണ്ടത്. കരിയറിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ചിലർക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് ജോലി കിട്ടാനോ ഉത്തരവാദിത്തങ്ങളിൽ മാറ്റം വരാനോ സാധ്യതയുണ്ട്. ഇതിനെ ഒരു പ്രതിസന്ധിയായി കാണാതെ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായി കാണുക. നിങ്ങളുടെ കഴിവുകളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകണം. പങ്കാളിത്ത ബിസിനസ്സിൽ ഒരു പുനഃസംഘടന ആവശ്യമായി വന്നേക്കാം. നവംബർ മാസ അവസാനത്തോടെ തൊഴിൽപരമായ സമ്മർദ്ദങ്ങൾ കുറഞ്ഞു തുടങ്ങും. മുടങ്ങിക്കിടന്ന പ്രോജക്റ്റുകൾക്ക് വീണ്ടും ജീവൻ വയ്ക്കും. നിങ്ങളുടെ ആശയങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. ബിസിനസ് പങ്കാളിയുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കും. കഴിഞ്ഞ മാസങ്ങളിൽ നിങ്ങൾ കാണിച്ച ക്ഷമയ്ക്കും കഠിനാധ്വാനത്തിനും ബലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണിത്. 7ാം ഭാവത്തിലെ ശനി നേരിട്ട് ധനകാര്യത്തെ ബാധിക്കുന്നില്ലെങ്കിലും പങ്കാളിത്ത ബിസിനസ്സുകളിലെ പ്രശ്നങ്ങൾ, നിയമപരമായ കാര്യങ്ങൾക്കുള്ള ചിലവുകൾ എന്നിവ വഴി സാമ്പത്തിക സ്ഥിതിയെ പരോക്ഷമായി സ്വാധീനിക്കും. ഈ 4 മാസ കാലയളവിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കഴിവതും ഒഴിവാക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയുമായി സുതാര്യത പുലർത്തുന്നത് തർക്കങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. പുതിയ നിക്ഷേപങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ അഭിപ്രായം തേടുന്നത് നല്ലതാണ്. കണ്ടകശനിക്കാലത്ത് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. മാനസിക സമ്മർദ്ദം കൂടാൻ സാധ്യതയുള്ളതിനാൽ അത് ശാരീരികാരോഗ്യത്തെ ബാധിക്കാം. വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ദഹന പ്രശ്നങ്ങൾ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ വേണ്ടിവരും. യോഗ, ധ്യാനം, പ്രാണായാമം എന്നിവ ശീലിക്കുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. തുലാക്കൂറുകാരായ ചിത്ര നക്ഷത്രക്കാർക്ക് 2025 ശനി 6ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ജ്യോതിഷത്തിൽ 6ാം ഭാവം ശത്രു, രോഗം, കടം, ജോലി, സേവനം, ദൈനംദിന ജീവിതം, തടസ്സങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 6ാം ഭാവം ഒരു ദുർസ്ഥാനമാണെങ്കിലും ശനിയെപ്പോലുള്ള ഒരു പാപഗ്രഹം ഇവിടെ സഞ്ചരിക്കുന്നത് പൊതുവെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതിനാൽ കന്നിക്കൂറുകാരെ അപേക്ഷിച്ച് തുലാക്കൂറുകാർക്ക് ശനിയുടെ വക്രഗതി അത്ര കഠിനമായിരിക്കില്ല. എങ്കിലും പുനർവിചിന്തനത്തിനും തിരുത്തലുകൾക്കും ഇവിടെ സാധ്യതയുണ്ട്. ഓഗസ്റ്റ് മാസം ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രകടനം മെച്ചപ്പെടും. കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ സന്നദ്ധത അധികാരികളുടെ പ്രശംസയ്ക്ക് പാത്രമാകും. എന്നാൽ വക്രഗതിയുടെ സ്വാധീനം കാരണം സഹപ്രവർത്തകരുമായി ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ളവർ ചില കുപ്രചരണങ്ങൾ നടത്തിയേക്കാം. പഴയ കാലത്തെ ചില തൊഴിൽപരമായ പ്രശ്നങ്ങൾ വീണ്ടും ഉയർന്നു വന്നേക്കാം. സെപ്റ്റംബർ മാസം നിങ്ങളുടെ ശത്രുക്കളെ തിരിച്ചറിയാനും അവരെ പരാജയപ്പെടുത്താനുമുള്ള അവസരങ്ങൾ നൽകും. നിങ്ങളുടെ ക്ഷമയും നയപരമായ ഇടപെടലുകളും വിജയം കാണും. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള നല്ലൊരു അവസരമാണ്. മുടങ്ങിക്കിടന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത തെളിയും. 2025 പൊതുവെ കരിയറിന് നല്ല വർഷമാണെങ്കിലും ഈ വക്രഗതി കാലത്ത് ചില പുനഃപരിശോധനകൾ ആവശ്യമായി വരും. ജോലി സംബന്ധമായി ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കണം. നിലവിലുള്ള ജോലികൾ പൂർത്തിയാക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ദൈനംദിന ജോലികളിൽ ഒരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. കൂടുതൽ കാര്യക്ഷമമായ ഒരു പ്രവർത്തന രീതി കണ്ടെത്താൻ ഈ സമയം ഉപയോഗിക്കാം. നവംബർ മാസ അവസാനത്തോടെ തൊഴിൽപരമായ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് പൂർണ്ണമായ ബലം ലഭിച്ചു തുടങ്ങും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പൂർണ്ണ പിന്തുണ ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. 6ാം ഭാവം രോഗത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ ശനിയുടെ വക്രഗതി ഇവിടെ സംഭവിക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ പ്രത്യേകം കരുതലെടുക്കണം. പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ വീണ്ടും അലട്ടാൻ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിലും ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ശനി നിങ്ങളെ ഓർമ്മിപ്പിക്കും.
സെപ്റ്റംബർ മാസം ആരോഗ്യപരമായ ഒരു ചെക്കപ്പ് നടത്തുന്നത് നല്ലതാണ്. മറഞ്ഞിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനും യഥാസമയം ചികിത്സ തേടാനും ഇത് സഹായിക്കും. ഒക്ടോബറിൽ അപകടങ്ങൾ, വീഴ്ചകൾ എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വാഹനം ഓടിക്കുമ്പോഴും റോഡ് മുറിച്ച് കടക്കുമ്പോഴും ശ്രദ്ധിക്കണം. മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ദൈനംദിന ജീവിതം കൂടുതൽ ചിട്ടപ്പെടുത്താൻ ഈ കാലയളവ് നിങ്ങളെ സഹായിക്കും. നവംബറിൽ ആരോഗ്യനില മെച്ചപ്പെട്ടു തുടങ്ങും. ഊർജ്ജസ്വലത വീണ്ടെടുക്കാൻ സാധിക്കും. ഈ കാലയളവിൽ പഠിച്ച ആരോഗ്യ പാഠങ്ങൾ ജീവിതകാലം മുഴുവൻ പ്രയോജനപ്പെടും. നിയമപരമായ വഴികളിലൂടെ ധനസമ്പാദനത്തിന് സാധ്യതയുണ്ട്. മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുന്നതിലൂടെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ലോണുകൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് പാസ്സാകാൻ ചില കാലതാമസങ്ങൾ നേരിട്ടേക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ജാഗ്രത പുലർത്തണം. ശനി നേർരേഖയിലേക്ക് വരുന്നതോടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. ഈ കാലയളവിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. നിയമപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും വക്രഗതി കാലമായതിനാൽ കേസുകളിൽ ചിലപ്പോൾ കാലതാമസം നേരിട്ടേക്കാം. പുതിയ നിയമപ്രശ്നങ്ങളിൽ ചെന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ശനിയുടെ വക്രഗതി കാലഘട്ടത്തിലെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും നല്ല ഫലങ്ങൾ വർദ്ധിപ്പിക്കാനും കുറച്ച് പരിഹാര മാർഗങ്ങൾ നോക്കാം. ശനിയാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ്. ഈ ദിവസം ശനീശ്വര ക്ഷേത്ര ദർശനം നടത്തുകയും എള്ളുതിരി കത്തിക്കുകയും ചെയ്യുക. ശനി മന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാണ്. ശനിദോഷങ്ങൾ കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത്. ഹനുമാൻ ചാലിസ ദിവസവും ചൊല്ലുന്നത് ദുരിതങ്ങൾക്ക് ശമനം നൽകും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. ശനി കർമ്മത്തിന്റെ ഗ്രഹമായതിനാൽ നിസ്വാർത്ഥമായ സേവന പ്രവർത്തനങ്ങൾ ശനിയെ പ്രീതിപ്പെടുത്തും. ശനിയാഴ്ചകളിൽ കറുത്ത വസ്ത്രം, എള്ള്, എണ്ണ, ഇരുമ്പ് എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. പാവപ്പെട്ടവർക്കും അംഗപരിമിതർക്കും ഭക്ഷണം നൽകുന്നതും വസ്ത്രം നൽകുന്നതും ശനിദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കും. കാക്ക ശനിയുടെ വാഹനമാണ്. കാക്കയ്ക്ക് എള്ളും ചോറും കലർത്തി നൽകുന്നത് ഒരു ലളിതമായ പരിഹാര മാർഗമാണ്. ശിവനെയും ശാസ്താവിനെയും ഭജിക്കുന്നതും ദുരിതശാന്തിക്ക് വഴിയൊരുക്കും. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുകയും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുക. ഓർക്കുക, ശനിയുടെ വക്രഗതി എന്നത് ശിക്ഷിക്കാനുള്ള ഒരു കാലഘട്ടമല്ല, മറിച്ച് നമ്മെ തിരുത്തി കൂടുതൽ കരുത്തരും പക്വതയുള്ളവരുമാക്കി മാറ്റാനുള്ള ദൈവികമായ ഒരിടപെടലാണ്. ഈ കാലയളവിലെ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടുക. കഠിനാധ്വാനം ചെയ്യുക, സത്യസന്ധത പുലർത്തുക. ഈശ്വരാധീനവും ശരിയായ കർമ്മങ്ങളും കൊണ്ട് നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും നേട്ടമാക്കി മാറ്റാൻ സാധിക്കും.